നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 295 ഇന്ത്യക്കാരെ കൂടി US-ൽ നിന്ന് നാടുകടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയവും മറ്റ് ബന്ധപ്പെട്ട ഏജൻസികളും ചേർന്ന് ഈ 295 വ്യക്തികളുടെ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് MP കദിർ ആനന്ദിന്റെ ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രാലയം ലോക്സഭയിൽ മറുപടി നൽകി. US-ൽ നിന്നെത്തിയ 3 വിമാനങ്ങളിലെയും ഇന്ത്യക്കാരോട് മതപരമായ ശിരോവസ്ത്രം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക ഇന്ത്യയെ അറിയിച്ചതായി കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു. നിരവധി സിഖ് മതസ്ഥർ തലപ്പാവ് ധരിക്കാതെ ഇറങ്ങിയതിനെ തുടർന്ന് ഉണ്ടായ വിവാദത്തിന് പിന്നാലെയാണ് പ്രസ്താവന. ഇന്ത്യയിലേക്കുള്ള 3 സൈനിക വിമാനങ്ങളിൽ കയറുന്നതിന് മുൻപ് തങ്ങളുടെ തലപ്പാവ് നീക്കം ചെയ്തതായി നാടുകടത്തപ്പെട്ടവരും പഞ്ചാബ് NRI വകുപ്പ് മന്ത്രി കുൽദീപ് സിംഗ് ധലിവാളും ആരോപിച്ചിരുന്നു. ഫെബ്രുവരി 5, 15, 16 തീയതികളിൽ US വിമാനങ്ങളിൽ നാടുകടത്തിയ ഇന്ത്യക്കാരോട് മതപരമായ ശിരോവസ്ത്രങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സസ്യാഹാരം അഭ്യർത്ഥിച്ചതൊഴിച്ചാൽ മറ്റു മതപരമായ കാര്യങ്ങളൊന്നും നാടുകടത്തപ്പെട്ടവർ വിമാനയാത്രയ്ക്കിടെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും US വിഭാഗം വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചതായി ലോക്സഭാ MP രാജാറാം സിംഗിന്റെ ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് രേഖാമൂലം മറുപടിയും നൽകി. ഫെബ്രുവരി 5-ന് എത്തിയ ഇന്ത്യക്കാരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ വിലങ്ങുവെച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ US അധികാരികളോട് തങ്ങളുടെ ആശങ്കകൾ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾ ഉൾപ്പെടെ നാടുകടത്തപ്പെട്ടവരുടെ ആദ്യ ബാച്ച് കയ്യിൽ വിലങ്ങുമായി ഇന്ത്യയിൽ എത്തിയതിനെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ വർഷം ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായതിനു ശേഷം 388 ഇന്ത്യക്കാരെ US-ൽ നിന്ന് നാടുകടത്തിയിട്ടുണ്ട്.